താങ്ക് യു ലോഡ്. ഹല്ലേലൂയ. ഒന്ന് ഷൗട്ട് ചെയ്ത് പറയാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഈ സഭയിൽ വരുവാൻ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ വിജിസ്റ്റൻ പാസ്റ്ററോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടുത്തെ ലീഡർഷിപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വരുന്നത് വടക്കുന്ന്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ സഭ ബെർമിങ്ങാമിലാണ്. ഞാൻ താമസിക്കുന്നത് ലെസ്റ്റർ ഷെയറിലാണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മലയാളിയായിട്ട് എൻ്റെ സഭയിൽ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ചിന്തിക്കുന്നതിലും ഒക്കെ അത് ഉപരിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഹംഗേറിയൻസ്, സ്ലോവാക്കിയൻസ് ഒക്കെ ഹല്ലേലൂയ, ഇംഗ്ലീഷുകാർ, ആഫ്രിക്കൻസ് ഇടയിലൊക്കെയും അവരുടെ ഇടയിൽ പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അവർ പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോഡ്. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ബലഹീനതകളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പാസ്റ്റർ ദിവാസം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിങ്ങളുടെ ബലഹീനതയിൽ കവിഞ്ഞു പകരുന്നൊരു ശക്തിയുണ്ട്. ഓ മാറാക്ക തുറബ ലടറാക്ക തുറബാറാക്ക സിമാറാം തുറബ റിഗീരിബാറാം തുറമ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ് എന്നുള്ളൊരു തീമാണ് ഹല്ലേലൂയ ഈ മാസം നിങ്ങളുടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെയിലും തന്നുവിട്ടത് അത് തന്നെയാണ്. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. എന്തൊരു മാസ്റ്റർ പ്ലാനാണ് അല്ലേ കർത്താവിൻ്റെ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധം? നമ്മളിൽ പലർക്കും യേശുവുമായിട്ടുള്ള ബന്ധം ദൈവവും ഞാനും എന്നുള്ളൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് യഹോവയാം ദൈവം ഞാൻ എന്നുള്ളൊരു ബന്ധം. എന്നാൽ ചിലർക്ക് അപ്പന് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ ബന്ധത്തിലേക്ക് കയറാത്തോടത്തോളം കാലം ദൈവരാജ്യത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ നിങ്ങളുടെ അതോറിറ്റിയെയും സഭയുടെ അതോറിറ്റിയും ഒക്കെ ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിൻ്റെ അതോറിറ്റി, അഭിഷേകം എന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എൻ്റെ മുകളിലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മലയാളികളായതുകൊണ്ട് എനിക്ക് വളരെ ഈസിയാണ്. കാര്യം ഹല്ലേലൂയ, നിങ്ങൾക്ക് ബൈബിൾ നല്ലപോലെ അറിയാം. യൂറോപ്യൻസിനൊട്ടല്ല, അവർക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് ഹല്ലേലൂയ ഷെയർ എല്ലാം നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ട്രാൻസ്ലേറ്റ് ഇല്ലാത്ത വരുമ്പോൾ ഞാൻ സ്ലോവാക്യക്കാരനോട് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സ്ലോവാക്യയിൽ നമുക്കൊരു ചർച്ചുണ്ട്. ഹല്ലേലൂയ. ഹംഗറിയിൽ ഹല്ലേലൂയ, ഇപ്പം ഹംഗറിയൻ ചർച്ചാണ് നമ്മുടെ ഇവിടെ UK യിലുള്ളത്. സ്ലോവാക്യനുണ്ട്, ഇംഗ്ലീഷ് ചർച്ചും ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ചർച്ചിൽ ഇന്ത്യക്കാരും എല്ലാം ഉണ്ട്. ഹംഗറിയിൽ ഭയങ്കരം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഹല്ലേലൂയ. എനിക്കെല്ലാം നിങ്ങളെ എൻകറേജ് ചെയ്യാനുള്ളത്, നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് പൗണ്ട് ഉണ്ടാക്കാൻ വന്നതല്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ യു ആർ സെൻഡ് ബൈ ഗോഡ് ഫോർ ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല അല്ലേ? നിങ്ങളിപ്പോൾ സാധാരണ വ്യക്തികളായിരുന്നെങ്കിൽ ഈ സമയത്ത് സൺഡേ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം, പല കാര്യങ്ങൾ ചെയ്യാം. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ, പാസ്റ്റർ പറഞ്ഞ പോലെ ചിലർ വരുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാകും. ഹല്ലേലൂയ, പാസ്റ്റർ പ്രത്യേകം പറഞ്ഞ് ആ വ്യക്തിയല്ല ശാസിക്കേണ്ടത്. ഹല്ലേലൂയ, കൈ നീട്ടി ഇങ്ങനെങ്ങ്, അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തി ഇന്നസെൻ്റാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയവരിക്കും ഇവൻ എവിടുത്തുകാരനാ അല്ലേ എന്നൊക്കെയല്ലേ നമ്മൾ മലയാളികൾ പറയുന്നത്. ഹല്ലേലൂയ. ആ ആറ്റിറ്റ്യൂഡിൽ നിന്നെല്ലാം നമ്മൾ മാറേണ്ട സമയമായി.
വളരണം. പറഞ്ഞിട്ട് വളരണം. ആത്മീയ പക്വത പ്രാപിക്കണം. വേറെ തരത്തിൽ പറഞ്ഞാൽ ഞാൻ യേശുവിനെ പോലെ, കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഞാൻ ക്രിസ്തുവിനെ പോലെയാകും. ഒരുത്തൻ വീണ് കിടന്നാൽ നമ്മുടെ സഭയിലുള്ള ഒരുത്തനെ ഹല്ലേലൂയ ഇൻ കേസ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പബ്ബിൽ വെച്ച് കണ്ടാൽ ഹല്ലേലൂയ അവനെ കൂട്ടിക്കൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടി. അവനെ വേണേൽ നിങ്ങൾക്ക് കൊല്ലാം, വേണേ വളർത്താം. അതിനാണ് യേശു ഈ 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയ ആടിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇടയനാണ് പാസ്റ്റർ ബിജുസൺ. അപ്പം നിങ്ങൾക്ക് ഒരു ഇടയൻ്റെ ഹൃദയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്നവരെയൊക്കെ കാണുമ്പം ഒന്ന് കരയാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയമാകണം. കുറ്റം വിധിക്കുന്നതല്ല. അങ്ങനെ അവരെ നിങ്ങളിൽ പലരും ബ്രിട്ടീഷ് സിറ്റിസൺ ആയവരാണ് അല്ലേ? നിങ്ങൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയപ്പോൾ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ചേഞ്ചായി. ഞാൻ പറയുന്നത് ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പം ആക്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് സിറ്റിസനെ പോലെ തന്നെയാണ് അല്ലേ? നിങ്ങൾക്കിപ്പം അതിന് പല പ്രിവിലേജസ് ഉണ്ട്. ചില കൺട്രിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വിസ എടുക്കണ്ട. ഹല്ലേലൂയ. ചുമന്ന പാസ്പോർട്ട് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി കാര്യമായിട്ടൊക്കെ നമുക്ക് നടക്കാം. അതിൻ്റെ കളർ ഇപ്പം മാറുന്നുണ്ട്. ഹല്ലേലൂയ. എബോവ് ഓൾ നിങ്ങൾ വചനം പറയാണ് നാമോ നമ്മുടെ പൗരത്വം. അപ്പം നിങ്ങൾ സിറ്റിസൺസ് ഓഫ് ഹെവൻ അല്ലേ? നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കർത്താവിന് ഒരു ആഗ്രഹമുണ്ട്. സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സ് എന്ന് പറയുന്നു. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ സഭയിൽ അതാണ് പ്രസംഗിച്ചത്. വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, എഫേഷ്യൻസ്. ഹല്ലേലൂയ. അതുകൊണ്ട് സിറ്റിസൺ മാറിയുകൊണ്ട് മലയാളം ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കരുത്, ഇംഗ്ലീഷ് ബൈബിളും വായിക്കണം. ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ ഒരുപാട് തെറ്റുകളുണ്ട്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് എന്നാണ് മലയാളത്തിൽ ഇരിക്കുന്നത്. ഡു യു തിങ്ക് നിങ്ങൾക്ക് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമോ? നിങ്ങളത് ഡിക്ലെയർ ചെയ്തിടത്തോളം കാലം ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുന്നത്, ജീവനും മരണവും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. അങ്ങനെയാണോ അറിയുന്നത്? അധികാരമോ? അപ്പം നിങ്ങൾ ആരാ? അല്ല, പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാനത് വളരെ എൻജോയ് ചെയ്തു. ഹല്ലേലൂയ. ആരെന്തൊക്കെ നോക്കിയാലും ഞാനിവിടെ നിൽക്കും. ഹല്ലേലൂയ. 2 കിങ്ഡത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. സാത്താൻ്റെ കിങ്ഡം, ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഏഞ്ചൽസ് ഓഫ് ആർമീസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഏഞ്ചൽസിനെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പിതാവ് തരും. നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ മിനിമം 2 ഏഞ്ചൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരാൾക്ക്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ സഭ, ഞാൻ ഉൾപ്പെടെ, നിങ്ങളെന്ന് ഞാൻ ഇപ്പോഴെപ്പോഴും മെൻഷൻ ചെയ്താലും അതിനകത്ത് ഞാനും വരും കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വേറൊരു കിങ്ഡത്തിലേക്ക് ഞാനായി എന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഹല്ലേലൂയ. ആ കിങ്ഡത്തിൽ ഹല്ലേലൂയ ടേക്ക് യുവർ സ്റ്റാൻഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇനിയും ഇച്ചിരി ഫാസ്റ്റിൽ പോകും, എൻ്റെ കൂടെ ഓടി വരണം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയാൽ ഈ സംഭവത്തിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോട് നിന്നു. ക്ലെയാപ്പാവ് എന്ന പേരുള്ളവൻ യെരുശലേമിൽ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവര് ഹല്ലേലൂയ ഇവരുടെ മാസ്റ്ററിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കണ്ട് വിഷമിച്ച് നിരാശരായി യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ വിളിയിൽ നിന്ന്, അവരുടെ കോളിൽ നിന്ന്, ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഓടിപ്പോവുകയാണ്. പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ ഇംഗ്ലീഷ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്ററെന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ എന്നെ കേൾക്കാവേ. ഹല്ലേലൂയ. കാര്യം മലയാളം ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന രീതി തന്നെ ഞാനിപ്പം ഹല്ലേലൂയ ഈ വേറെ രീതിയാണല്ലോ അവരുടെ അടുക്കൽ. അവരെ കൊണ്ട് ഞാനിതൊക്കെ പറയിപ്പിക്കും.
അപ്പോൾ അങ്ങനെ പറയിപ്പിക്കുന്നതിൻ്റെ ഗുണം തന്നെ ഒരു മൊബൈലിൽ വാട്സാപ്പിൽ ഞെക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയും നമ്മൾ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വചനം കൺഫസ് ചെയ്യുന്നതിന് ഭയങ്കര പവറാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവർ എന്താ സംഭവിച്ചു? ഇവിടെ ഇവർ ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുമ്പോൾ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഓടിപ്പോകാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് യേശു വരിക. നിങ്ങൾ ആരെയും എന്നെ കേൾക്കുന്നവർ എവിടെ നിന്നെങ്കിലും ഹല്ലേലൂയ ഇതെല്ലാം മടുത്തു, ഇനി ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, ഇതൊന്നും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, ഹല്ലേലൂയ, ഓടിപ്പോകാൻ വേണ്ടി ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിനോട് പറയുകയാണ്, നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. നീ എവിടെ പരാജയപ്പെട്ടുവോ, എവിടെ നീ ഹല്ലേലൂയ നിരാശപ്പെട്ടുവോ, എവിടെ നീ തകർക്കപ്പെട്ടുവോ, അവിടെ തന്നെ ഞാൻ നിന്നെ ഉയർത്തുകയും നിന്നെ മാനിക്കുകയും. വചനം പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം അത് മറഞ്ഞിരിപ്പാൻ പാടില്ല. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കർത്താവ് ഉയർത്തും. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ യേശു നടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശു ഇവരുടെ കൂട്ടത്തിൽ നടക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ ഇവർ യേശുവിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? പരദേശി. ഇംഗ്ലീഷിൽ ഇരിക്കുന്ന സ്ട്രെയിഞ്ചർ. ഇവരാരാണ്? യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. പോട്ടെ, അടുത്ത ഇപ്പം ഏത് വാക്യ വായിക്കുന്നത്? 18. അവർ വാടിയ മുഖത്തോട് നിന്നു. ക്ലെയാപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിൽ പരദേശികളിൽ നീ മാത്രം. ഇദ്ദേഹത്തെ ഇപ്പം യേശുവിനെ ഇപ്പം വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? പരദേശി, സ്ട്രെയിഞ്ചർ. പുതിയ നിയമത്തിൽ പലർക്കും, നമ്മുടെ സഭയിൽ പലർക്കും, ഇന്നത്തെ സഭയ്ക്ക് പലർക്കും യേശു ഇപ്പോൾ സ്ട്രെയിഞ്ചറാണ്. ഇതാണ് പ്രശ്നം. യേശു എന്ന് നിനക്ക് സ്ട്രെയിഞ്ചർ ആവുമ്പോൾ, പരദേശി എന്ന് വിളിക്കുന്നു, ഫോറിനർ ആവുമ്പോൾ, ഹല്ലേലൂയ, അന്ന് മുതൽ ആ കണക്ഷൻ നഷ്ടപ്പെടുന്നത് മുതൽ നിനക്ക് ഹല്ലേലൂയ പല 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 കാര്യങ്ങളുടെയും താഴ്ചകൾ കാണാൻ തുടങ്ങും. അപ്പോൾ അവർ വായിച്ചോ. ഈ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയിലുമുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അപ്പൊ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അവർക്കറിയാം, സുവിശേഷം പറയാൻ അവർക്കറിയാം, യേശു ചെയ്ത കാര്യങ്ങൾ പറയാൻ അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. പക്ഷേ യേശു ഇപ്പൊ കൂടെ നടക്കുമ്പോൾ സ്ട്രെയിഞ്ചറാണ് അവർക്ക് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്പിരിച്വൽ ആയിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ ഡ്രൈനെസ്. ഹല്ലേലൂയ. നിങ്ങളുടെ തീം ഈ മാസത്തെ തീം സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. വായിച്ചു. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവിധി കേൾപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങിവെന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. യേശുവിനോട് കൂട്ടായ്മയില്ലാത്തവൻ ബുദ്ധിഹീനൻ. ഹല്ലേലൂയ. ബോണഗേനായിരിക്കാം, സ്നാനപ്പെട്ടായിരിക്കാം, പക്ഷെ നിങ്ങളും യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നമുക്ക് ബന്ധമുള്ള ഒരാളുമായിട്ട്, നമ്മുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മളെപ്പോഴും വാട്സാപ്പിൽ ഓഡിയോ മെസ്സേജ് അയക്കും, വിളിക്കും, അല്ലേ? നിങ്ങൾ യേശുവിനോട് സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ സംസാരം, യേശുവിനോടുള്ള സംസാരം? ഇപ്പോൾ ഇങ്ങനെ നിരാശരായി പോകുന്ന അടുക്കിലേക്ക് യേശു വന്ന് സംസാരിക്കുകയാണ്. യേശു വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഇതാണ് അർത്ഥം. ഇതാണ് യേശുവിനോട് സംസാരിക്കാത്തവൻ. ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിനോട് സംസാരിക്കാതെ നീ ഇരുന്നാൽ നീ ഒരു ബുദ്ധിഹീനനായി മാറും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഫൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, പിശാച് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, നിനക്കിട്ട പിശാച് പ്ലാൻ ചെയ്യുന്നത് നിനക്ക് മനസ്സിലാകാതെ പോകും. കാര്യം നീ നിൻ്റെ മാസ്റ്ററോട് സംസാരിക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ നിനക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ സീസണിൽ നീ മൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കുഞ്ഞുങ്ങളെ നീ വളർത്തേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കുടുംബ ജീവിതത്തിൽ ഈ കാര്യം ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് നീ ആക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ മാനേജറിൻ്റെ അടുക്കൽ നിനക്ക് നീ മറുപടി പറയേണ്ടത്. ഹല്ലേലൂയ.
29. ഹല്ലേലൂയ. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ യേശു അവരോട് സംസാരിക്കുകയാണ്. യേശുവിനോട് അവർ സംസാരിക്കുന്നു. കർത്തൃമേശയിൽ പങ്കാളികളാകുന്നു. കണ്ണു തുറന്നു. ഹല്ലേലൂയ. കർത്തൃമേശ എന്ന് പറയുന്നത് ഹോളി കമ്മ്യൂണിയിൽ പങ്കാളികളാകുക എന്ന് പറഞ്ഞ് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പവർഫുൾ, വെരി പവർഫുൾ, വെരി പവർഫുൾ, എന്താണ് സംഭവം? നിങ്ങളുടെ ശരീരത്തിന്മേൽ, നിങ്ങളുടെ മാംസത്തിന്മേൽ യേശുവിൻ്റെ മാംസത്തിൻ്റെ ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ രക്തത്തിന്മേൽ യേശുവിൻ്റെ രക്തം ഒഴുകും. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിലൊക്കെ രോഗികളായിട്ടുള്ളവരൊക്കെ ഇപ്പം ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശയാണ്. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ ഭയങ്കര പ്രൊട്ടക്ഷൻ കൊണ്ടുവരും. അവിടെ ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്ന യു ആർ അനൗൺസിങ് ദ ഡെത്ത്. അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെ നാം പ്രസ്താവിക്കുന്നു എന്നാണ് മലയാളത്തിൽ ഇരിക്കുന്നത്. അനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ പിന്നെ പറയുന്നു, ഇത് ഞാനും ഹല്ലേലൂയ ദൈവവും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി അത് രക്തത്താൽ കൺഫേം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അനേകം രോഗികൾ സൗഖ്യമായിട്ടുണ്ട് പ്രാർത്ഥിക്കാതെ കർത്തൃമേശയിൽ പങ്കെടുത്തു. ഹല്ലേലൂയ. എന്നാൽ ലോകം മുഴുവനും ഇന്ന് ഹല്ലേലൂയ ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ, ഞാൻ വിധിക്കത്തില്ല, ഞാൻ മെൻഷൻ ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ മാസത്തിലൊരിക്കലേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ. ആരാണ് ഈ മാസത്തിലൊരിക്കലേ പരിപാടി കൊണ്ടുവന്നേ? അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അവർ അപ്പോസ്തല പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. അവർ കൂടി വരുമ്പോഴൊക്കെയും അപ്പം നുറുക്കി. ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർത്തു, ഞങ്ങളെല്ലാ ഞായറാഴ്ചയും കൂടി വരുന്നുണ്ട്, അപ്പം നുറുക്കും. ഒരു സെക്ഷൻ തന്നെ എടുക്കും. ഹല്ലേലൂയ. ആരുടെയും കയ്പുണ്ടെങ്കിൽ എല്ലാം വിട്ട് ഹല്ലേലൂയ ശരിക്ക് ഏറ്റു പറഞ്ഞ് ഈ കർത്തൃമേശയിൽ പങ്കെടുക്കും. ഹല്ലേലൂയ. എൻ്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ടല്ല വരുന്നത്. ഞാൻ ഹല്ലേലൂയ ഈ ഭാഗത്തിലേക്ക് വരാം. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവരറിഞ്ഞു. പറഞ്ഞേട്ടാ, അവർ അവനെ അറിഞ്ഞു. അവർ അവനെ അറിഞ്ഞു. അറിയണം, യേശുവിനെ അറിയണം. നിൻ്റെ കൂടെയുള്ള യേശുവിനെ അറിയണം. അല്ല, യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ കണ്ണ് തുറക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 33-ാം വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നിരാശപ്പെട്ട് തകർന്ന് ഇത്രയും ദൂരം ഓടിപ്പോയിട്ട് ഇപ്പോൾ ഹല്ലേലൂയ യേശുവുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ്, കൂട്ടായ്മ കഴിഞ്ഞ്, കർത്തൃമേശയിലും പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കരം ഒരു ജീവൻ അവരിൽ മേൽ വ്യാപരിച്ചു. ആ ശക്തി വ്യാപരിച്ചു. കണ്ണു തുറന്നു. യേശു വസ്തുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മനസ്സിലായി. അവർക്ക് ഇപ്പോൾ തിരികെ യെരൂശലേമിലേക്ക് വീണ്ടും അന്ന് തന്നെ പോയി. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇവർ ഓർക്കുക, നിങ്ങളുടെ ഈ സീനൊന്ന് ചിന്തിച്ച്, യേശുവോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇവർ അവിടുന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ യേശുവോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. യേശുവിനോട് കൂടെ, യേശുവിനോട് അവർ സംസാരിക്കുന്നിടത്തോളം, സംസാരിക്കുന്ന നിമിഷം വരെ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. ചർച്ച് ഹല്ലേലൂയ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ ഉയർത്തെഴുന്നേറ്റ അതിൻ്റെ ആ ബ്ലെസ്സിങ്, ഹല്ലേലൂയ, ദൈവത്തോടു കൂടെയുള്ള നടപ്പ്, ഹല്ലേലൂയ, നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ യേശുവിനോട് സംസാരിക്കുന്നവരായിരിക്കണം. എങ്ങനെയാണ് യേശുവിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശുവിനോട് സംസാരിക്കാൻ കഴിയുന്നത്. വായിക്കാം. 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, For anyone who speaks in tongues does not speak to people but to God. Hallelujah. അതിൻ്റെ 4-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സോറി, ഞാൻ തന്നെ വായിച്ച് ഓടി മുന്നോട്ട് പോയിക്കോളാം, എനിക്ക് തീർക്കണമുണ്ട്. 5-ാമത്തെ വാക്യം, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. ഞാനും അത് തന്നെ ഇച്ഛിക്കുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്,
ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അന്യഭാഷകളിൽ ഹല്ലേലൂയ. ഞാൻ ഈ ചർച്ചിൽ വരുമ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, വീട്ടിൽ വെച്ച് അല്ലെ ഒരു ദിവസം എത്ര സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? കൈയൊന്നും പൊക്കണ്ട. ആസ്ക് യുവർ സെൽഫ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി ഹല്ലേലൂയ നിങ്ങളെടുക്കുന്ന വലിയ റിസ്ക്കാണ്. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ റിസ്ക്കാണ് എടുക്കുന്നത്. ഹല്ലേലൂയ. എന്താണ് അതിന് കാരണം? റോമർക്ക് എഴുതിയ 8-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുകയാണ്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താണ് ബലഹീനത എന്ന് അടുത്ത് പറയുകയാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് കുഞ്ഞെ നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിന് ട്യൂഷൻ ക്ലാസ് എടുക്കുകയാണ് അല്ലേ? ദൈവമേ നീ മഹാപരിശുദ്ധനാവുന്നു. ഞാൻ പറഞ്ഞിട്ട് വേണോ അദ്ദേഹം പരിശുദ്ധനാകാൻ? അല്ല. ചിന്തിക്കണമേ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന ഇതൊന്നും ഞാൻ ദൈവത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാണ് നമ്മുടെ ലാംഗ്വേജ് കറപ്റ്റായിപ്പോയി. ആദം പാപം ചെയ്തപ്പോൾ എൻ്റെ നിങ്ങളുടെയും ലാംഗ്വേജ് കറപ്റ്റായിപ്പോയി, ഗ്ലോറി നഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെയും നിങ്ങളുടെയും ഇരിക്കുന്ന ഈ എന്തിനാണ് ലാംഗ്വേജ് സ്പ്ലിറ്റ് ചെയ്തത്? ദൈവം ഈ ഗോപുരം ഉയർത്തിക്കൊണ്ട് വരുവാണ്. അതെന്തുവാണത്? പ്രൈഡ്. ലാംഗ്വേജ് കറപ്റ്റായിപ്പോയി. ഈ ലാംഗ്വേജ് ഇസ് നോട്ട് ഇനഫ്. അതാണ് മർക്കോസിൻ്റെ 16-ാമത്തെ അധ്യായം പറയുന്നത്. അവർ പുതുഭാഷ എന്ന് പറഞ്ഞാൽ പുതിയ ഭാഷ. പറഞ്ഞാട്ടെ ന്യൂ ലാംഗ്വേജ്. ഉറക്കെ പറഞ്ഞാട്ടെ ന്യൂ ലാംഗ്വേജ്. ന്യൂ ലാംഗ്വേജ് എന്ന് പറയുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുത്. ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്ന ന്യൂ ലാംഗ്വേജ് അല്ല, അത് ഓൾറെഡി എക്സിസ്റ്റ് ആണല്ലോ അല്ലേ? ന്യൂ ലാംഗ്വേജ്. പറഞ്ഞാട്ടെ ന്യൂ ലാംഗ്വേജ്. ന്യൂ ലാംഗ്വേജിൽ സംസാരിക്കും. നമ്മുടെ ഹല്ലേലൂയ റെസ്പോൺസിബിലിറ്റിയാണ് പുതു ഭാഷയിൽ സംസാരിക്കുക. പ്രേ ഇൻ ടങ്സ്. ഹല്ലേലൂയ. പ്രേ ഇൻ ടങ്സ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലയോ? ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ്? ആദ്യമേ കയറി വലിയ മാസീവായിട്ടുള്ള ടാർഗറ്റ് എടുക്കരുത്. ഒരു 15 മിനിറ്റ്. ഞാൻ ഇത് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ 1.5 മണിക്കൂറാകണം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പ്ലീസ്. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തരെ അയക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചു പോകുന്നത് ദൈവം അയച്ചിട്ട് വരികയാണ്. എനിമി എന്തൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണത്തില്ല, പക്ഷേ ദൈവത്തിന് കാണാം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരുത്തനും പിടികിട്ടുന്നതായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും മനുഷ്യരെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്. അതിൻ്റെ ഏറ്റവും മഹത്തായ അർത്ഥം ഇതാണ്. നിൻ്റെ എനിമിക്ക് നീ പ്രാർത്ഥിക്കുന്നത് എന്തൊന്നും പിടികിട്ടത്തില്ല. അടി കിട്ടുമ്പം പിടികിട്ടും ഇതിനായിരുന്നു ഇവൻ പ്രാർത്ഥിച്ചത്. അല്ലേ? നിങ്ങളുടെ വർഷിപ്പ് ടീമിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുക. അവർ തുടങ്ങിയത് ഈ പ്രൊഫറ്റിക്കൽ ഒരു പ്രൊഫറ്റിക്കലായിട്ട് ആ പാട്ട് പാടി. കൂടുണ്ടു പ്രിയനൻ ചാരവേ ചാരിടും ഞാൻ മാർവതിൽ. ബാക്കി എങ്ങനെ? അതാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. കേൾക്കുന്നു നാദനിമ്പസ്വരം മുന്നോട്ടു പോയിടാം. മുന്നോട്ട് പോകണമെങ്കിൽ ഇമ്പസ്വരം വേണം. അപ്പം ഞാനിതാ പ്രസംഗിക്കുന്നത്, ഞാൻ നിങ്ങളുടെ വർഷിപ്പിനെ അറിയത്തില്ല, ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ആർക്കറിയാം? അപ്പം നിങ്ങൾ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ വെറുക്കുന്ന ഒരു ശത്രുവുണ്ട്, അലറുന്ന സിംഹം പോലെ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, വേൾഡ്ലി പീപ്പിളിൻ്റെ കാര്യമല്ല പറയുന്നത്, ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു കാര്യത്തെ ബന്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യത്തെ ഹല്ലേലൂയ ശാസിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിനറിയാം എങ്ങനെയാണ് സ്പിരിച്വൽ മണ്ഡലത്തിൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി ഹല്ലേലൂയ ഇച്ചിരി ഡീപ്പായിട്ട് ആ കാര്യങ്ങൾ പറയുന്നതെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതും നിങ്ങളെ സക്സസ്ഫുൾ ആക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്നിട്ടാണ് പറയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
അതിൻ്റെ അടിയിലാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത് 25. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഹിം. എങ്ങനെ ചെയ്യുമ്പോൾ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഈ വചനം എടുത്ത് ആരേലും എന്തേലും സഭയിൽ ആർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ എടുത്തങ്ങ് അടിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? നമ്മളെടുത്ത് പറയും ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ. അങ്ങനെ അല്ല അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. പറഞ്ഞാട്ടെ, എന്നാൽ. എന്തോ പറഞ്ഞിട്ടാണ് എന്നാൽ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനെ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഹല്ലേലൂയ എന്ത് പരാജയം സംഭവിച്ചാലും ദൈവത്തിനത് നിന്റെ ജീവിതത്തിൽ റിസ്റ്റോർ ചെയ്യാനും നന്മയ്ക്കാക്കി കൂടി മാറ്റുവാനും സാധിക്കും. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ സമയത്തിൻ്റെ പരിധി മുതൽ സ്കിപ്പ് ചെയ്യുകയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വരുന്ന 14:18 അദ്ദേഹം ഇങ്ങനെ പറയണം, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുക. കറക്റ്റ്. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ സീക്രട്ട്, സക്സസ്ഫുളിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. യൂദായ്ക്ക് ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം, ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 20 നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ എങ്ങനെയാണ് നിങ്ങളെ സൂക്ഷിക്കേണ്ടത്? ദൈവവചനം പറയുന്നത് യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവില്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തര ബന്ധം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. എക്സ് സാറ്റാനിസ്റ്റ് ഒരു സ്ത്രീ, അവരിങ്ങനെ പറയുമായിരുന്നു, അവർ ക്രിസ്ത്യാനികൾക്കെതിരെ എല്ലാം ഭയങ്കരമായിട്ട് ഉപദ്രവം അയക്കും. അവരുടെ സത്താൻ വർഷിപ്പേഴ്സിൻ്റെ ഒരു പരിപാടിയാണ്. അവർക്ക് സ്പിരിറ്റിൽ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യാം. അവരിങ്ങനെ പൊക്കോട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ചിലരുടെ ഭവനത്തിലേക്ക് അവർക്ക് അടുക്കാൻ പറ്റാതെ വേണം വലിയൊരു ഡോമിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഡോമിൻ്റെ പ്രൊട്ടക്ഷൻ. അന്ന് എനിക്ക് ഭയങ്കര കെറുവായിരുന്നു. ഇപ്പോൾ ഇന്ന് ക്രിസ്തുവിലായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ പവറിനെക്കാട്ടിലും ഹല്ലേലൂയ ആരോട് ശുശ്രൂഷിച്ച് എല്ലാ നാവും മടങ്ങുന്ന നാമം യേശു. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളതെന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിച്ചിരിക്കുന്നത് നമ്മളോട് പോരാട്ടമുള്ളതെന്നാണ്. നമുക്ക് പോരാട്ടമുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്, നമ്മോട് പോരാട്ടമുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്. വചനം പറഞ്ഞിരിക്കുന്നത് നീ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തോണം. ആരെ? സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള എനിമിയെ. അത് നിനക്ക് പകരുന്ന ശക്തി എന്ന് പറയുന്നത് നിന്റെ പ്രാർത്ഥനാ മുറിയാണ്. അവിടെ ഇരുന്നാൽ മതി. ഇപ്പം സ്വർഗത്തിൽ വലിയ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കാൻ കാരണം ദാനിയേലാണ്. സ്പിരിച്വൽ മണ്ഡലങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ ഒറ്റ വാക്ക് ആ സമയത്ത് മലയാളത്തിൽ സംസാരിക്കരുത്, ഇംഗ്ലീഷിൽ സംസാരിക്കരുത്, പ്രാർത്ഥിക്കരുത്. ആ സമയത്ത് നിങ്ങളൊരു വീട്ടിൽ പോകുമ്പോൾ, അതാണ് അപ്പോസ്തലൻ പറഞ്ഞ്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവുണ്ട്. എന്താ, ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ലൈഫ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഒഴുക്കപ്പരുവത്തിൽ പോയിട്ട് ഹല്ലേലൂയ ഡേഞ്ചറസ് ആണത്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ലോഞ്ചവിറ്റി ഉണ്ടാവും. നീ നിലനിൽക്കും. എനിമിയുടെ അറ്റാക്ക് കുറയും.
എല്ലാ രോഗങ്ങളും എനിമിയുടെ അറ്റാക്ക് അല്ല. എനിമിയുടെ അറ്റാക്കായിട്ട് ഒരുപാട് രോഗങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. എല്ലാ രോഗങ്ങളും പക്ഷെങ്കിൽ എനിമിയുടെ അറ്റാക്ക് അല്ല, നമ്മുടെ ഇഗ്നോറൻസ് ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാനിപ്പോൾ ടീ ബാഗ് ഉപയോഗിക്കുന്നത് നിർത്തി. ഒരു ടീ ബാഗിൽ മില്യൺസ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക് ആണുള്ളത്. അപ്പോൾ നമ്മുടെ പഴയ പൊടിച്ചായാണ് ഏറ്റവും നല്ലത്. ദൈവമേ, ഇനി ടീ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പൊടിയാക്കി ഉണ്ടാക്കി കുടിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ ഇഗ്നോറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മനുഷ്യർക്കൊക്കെ, ഇവിടുത്തെ വെള്ളക്കാർക്കൊക്കെ പല രോഗങ്ങൾക്കും കാരണം അവരുടെ ഫുഡിൻ്റെ പല കാര്യങ്ങളുണ്ട്, ഇഗ്നോറൻസ് ഉണ്ട്. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിമിയുടെ അറ്റാക്കിൽ നിന്ന് വരുന്ന സകല ബന്ധനങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാം. നീ എന്തെങ്കിലും മണ്ടത്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നിനക്ക് വിസ്ഡം ദൈവം തരും. ഇപ്പോൾ എന്നെ ഇപ്പോൾ കാണിച്ചു തന്നു, നീ ടീ ബാഗ് ഉപയോഗിക്കരുത് അല്ലേ. ഞാൻ സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ആളാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാം. പക്ഷെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരും നമുക്ക്. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സീരിയസ്നെസ് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യാനികളായി കഴിഞ്ഞു, നിങ്ങളൊരു വാർ സോണിലാണ്. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട മക്കളായി കഴിഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന ഒരു വാർ സോണിലാണ്. ഇത് കളിയല്ല. ഇടയ്ക്ക് അവിടെ എത്തി നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ എത്തി നോക്കി കൊണ്ടുപോയി. അതാണ് നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാത്തത്. വചനം വായിക്കാനും പ്രാർത്ഥിക്കാതിരിക്കുമ്പം യോണിങ് അല്ലേ, വാ വിളിക്കുക അല്ലേ. വചനം സ്പിരിറ്റ്, പറഞ്ഞാട്ട് വചനം ആത്മാവ്. ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം. ആദ്യം നിങ്ങൾ ഒട്ടും പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരു കാര്യം ചിലപ്പോൾ ഇത് വാണിംഗ് ആയിരിക്കും ചിലരോട്. നിങ്ങൾ എന്തെങ്കിലും വലിയ ആപത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് തുടങ്ങിക്കണം. 15 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് അങ്ങോട്ട് നിങ്ങൾ ഡെയിലി അങ്ങോട്ട് കോൺസ്റ്റൻ്റ് പ്രയർ. ഹല്ലേലൂയ. നിങ്ങളുടെ കോൺസ്റ്റൻ്റ് പ്രയർ ഉണ്ടല്ലോ, ഏത് മലയും നീക്കും. നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ സ്പിരിച്വൽ മണ്ഡലത്തിൽ ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ മുറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ വേണേൽ ഒരു വർഷിപ്പ് സോങ് വേണേൽ പ്ലേ ചെയ്യാം. ഹല്ലേലൂയ. എന്നിട്ട് മുറിയൊക്കെ അടച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ ഹല്ലേലൂയ നടന്ന് വേണേൽ പ്രാർത്ഥിക്കാം. മറാക്കാം ദൂറാമ്മ ലടറാക്കാം. ചിലപ്പം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ നിങ്ങളുടെ കൈയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരും, ചിലപ്പോൾ ഇങ്ങനെ വരും. ഹല്ലേലൂയ. നിങ്ങൾ കാല് ചിലപ്പോൾ ഇങ്ങനെ തൊഴിക്കുന്ന പോലൊക്കെ വരും. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആത്മീയ മണ്ഡലത്തിൽ നിങ്ങൾ ചെയ്യുന്ന ക്രിയകളാണ്. ചിലതിനെ നിങ്ങൾ ഇടിച്ച് നിരത്തുകയാണ്, ചിലതിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണ്. അതാണ് യൂദായിക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷോട് എപ്പോഴും റെഫർ ചെയ്യണം. ബിൽഡിങ് അപ്പ്, നിങ്ങളെ ബിൽഡ് ചെയ്യുകയാണ് അല്ലേ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക് യു. അടുത്ത പോക്കട്ടെ. ലുക്കിംഗ് ഫോർ മേഴ്സി. നെക്സ്റ്റ് വൺ 20 ആണോ അടുത്തേ? താങ്ക് യു ജീസസ്. അല്ലെ, ഞാൻ സമയം ലാഭിക്കുക. അവിടെ എഴുതിയിരിക്കുന്നെങ്കിലാണ് ബിൽഡിങ് യുവർ സെൽഫ്. But you, dear friends, NIV UK ആണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ബൈ ബിൽഡിങ് യുവർ സെൽഫ് അപ്പ്. വന്നോ? അത് ഇവിടെ ഉണ്ടോ? ഞാൻ NIV ആണ് വായിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു ബിൽഡിങ് അപ്പ് യുവർ സെൽഫ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്നെ നിലനിർത്തും. ഒരുപാടുണ്ട്, ഞാൻ അത്രയും അവിടെ തന്നെ നിർത്താൻ പോവാ. ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിക്കും? 22 ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിച്ചോട്ടെ. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആണല്ലോ താമസിക്കുന്നത്. ബൈ ബിൽഡിങ് യുവർ സെൽഫ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആൻഡ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, കീപ് യുവർ സെൽഫ് ഇൻ ഗോഡ്സ് ലവ്. ഇതാണ് ഇപ്പോൾ പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എന്താണ്? എന്നെ കീപ്പ് ചെയ്യണമെന്നല്ലേ ദൈവം പറയുന്നത്. കീപ് യുവർ സെൽഫ്. അവിടെ ഇങ്ങനെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയും.
ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ജഡത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ്, പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാണ്. 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്രദർ എത്ര സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? സിസ്റ്റർ എത്ര സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു വാള് പോലെ നിങ്ങളുടെ സ്പിരിറ്റിലോട്ട് കയറുന്നുണ്ട് അല്ലേ? എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ലേസി ആക്കുവാണ് പിശാചിൻ്റെ തന്ത്രം. ലേസിയായി ആക്കിയാലേ നിന്നെ ഒതുക്കാൻ കഴിയത്തുള്ളൂ. നമ്മളൊരു നല്ല വീട്ടിൽ ഇവിടെ താമസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 5 കൊല്ലം കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും വീട് വാങ്ങിച്ചിട്ടില്ലേ? പ്രേ ഇൻ ടങ്സ്. 10 വർഷം കഴിഞ്ഞിട്ടും UK ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ട്, ഒരു സമ്പാദ്യമില്ലേ? പ്രേ ഇൻ ടങ്സ്. എവിടെ പോയി നിൻ്റെ പൗണ്ടൊക്കെ? അല്ലേ, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നില്ലേ? പക്ഷെ ഒന്നും കാണാനില്ല, പിടിച്ചതുമില്ല, ചൂണ്ടയോ ഉള്ളതുമില്ല, വല പോലും ഇല്ല ഇപ്പോൾ പലർക്ക്. വലയും കൊണ്ടായിരുന്നല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. ഇപ്പം വല എന്ത് ചെയ്യടി? മോഷ്ടിച്ചുകൊണ്ട് പോയി. കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും. അപ്പം ഇതെല്ലാം ഈ വാക്യം ഓർത്തോണം വരണം. അപ്പം ആരെങ്കിലും ചിരിച്ചു കാണിച്ചാൽ എന്തോ ചെയ്യണം? കള്ളനാന്ന് ഓർത്തോണം. നമുക്ക് 6 പാക്കിനെക്കാട്ടിലും വലുത് എന്നെ വലിയ പാക്കാന്നറിയുമോ? സ്പിരിച്വലിലുള്ള സ്ട്രെങ്ത്. മനസ്സിലായോ? എനിക്ക് ഈ ഹൈറ്റ് തന്നെ ധാരാളമാണ്. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന ഏഞ്ചൽസ് ഓഫ് ആർമീസിനുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് അവർ പോയി ചെയ്തിട്ട് മടങ്ങി വരും. ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് സാധ്യമാക്കുന്നത്. ഇന്നലെ ഒരു പുതിയൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു പാസ്റ്ററെ. ഫസ്റ്റ് ടൈം ബയേഴ്സിന് 5000 പൗണ്ട് ഡെപ്പോസിറ്റ് മതി. പുതിയൊരു മോർഗേജ് പ്ലാൻ. ഇത് കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയാമോ? എനിക്ക് മനസ്സിലായി, ഏതോ ഒരു വിശ്വാസി വീട് വാങ്ങിക്കാൻ പ്രാർത്ഥിച്ചതാ. കരങ്ങൾ അടിച്ചോണ്ട് ഓ പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ അന്യഭാഷയിൽ ഇരിക്കുമ്പോൾ നീ സ്വർഗീയ മണ്ഡലത്തിൽ നീ മുഖാന്തരമായി യുദ്ധം നടക്കും, യുദ്ധം നടക്കും. മിഖായേൽ ഇറങ്ങും, ഏഞ്ചൽസ് ഓഫ് ആർമീസ് ഇറങ്ങും. ചെറുപ്പക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരിക. ഇപ്പം ഈ പോകുന്ന പുള്ളിയെല്ലാം ഡയറ്റും നോക്കുന്നുണ്ട്, ജിമ്മിലും പോകുന്നുണ്ട്, ജിമ്മിലെ എക്യുപ്മെൻ്റ് ഒടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടിച്ചടിച്ച് മസിലിൻ പിടിച്ച് പിന്നെ എന്തുകൊണ്ടാണ് വരുന്നത്? എല്ലാ കാര്യങ്ങളും നീ ജീവിക്കേണ്ടത് ആത്മമണ്ഡലത്തിലാണ്. പ്രശ്നം അതാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാം, നമ്പർ 1 എപ്പോഴും ഓർക്കുക, ഡിമോണിക് ആക്ടിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തേലും കൺഫസ് ചെയ്യാത്ത സിന്നുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഏറ്റുപറയുക, പാപക്ഷമ പ്രാപിക്കുക. അതുവഴി പിശാചിനോ അവൻ്റെ ഡീമൻസിനോ, ഈ വാക്ക് മറക്കരുത്, പിശാചിനോ അവൻ്റെ ഡീമൻസിനോ ഏതെങ്കിലും ക്ലെയിം എൻ്റെ മേലോ എൻ്റെ ഭാര്യയുടെ മേലോ എൻ്റെ മക്കളുടെ മേലോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ ഞാൻ ബ്രേക്ക് ചെയ്ത് കളയും. ഈ ക്ലെയിമാണ് ആർക്ക് ലഭിച്ചത്? ഇയ്യോബിൻ്റെ മേൽ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹം കൊണ്ട് സബ്മിറ്റ് ചെയ്തത്. ഇയ്യോബിൻ്റെ ടെസ്റ്റിമണി പറയുന്നത് പിശാചാ. ബൈബിൾ വാക്കാങ്ങി കാണാം, അവൻ ബ്ലെസ്ഡ് ആയിരുന്നു. ഇയ്യോബ് പറയാണ്, ഇയ്യോബ് കറക്റ്റ് ചെയ്തില്ല ആരെ? സ്വന്തം മക്കളെ. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, മലയാളി മനസ്സിലാക്കിയിരിക്കുന്നത്, മലയാളം ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഇയ്യോബ് ഭയങ്കര ഒരു വിശ്വാസവീരനാണെന്ന്. അല്ല, ഇംഗ്ലീഷ് എടുത്ത് വായിക്കണം. ഇയ്യോബ് പുറപുറത്ത കാര്യങ്ങൾ ഒരുപാട് തന്നെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഇയ്യോബ് ഗീവപ്പ് ആയിപ്പോയി, പുറപുറത്തു. ദൈവത്തെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിത്തീരുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ.
ഈ ലോകത്തിലുള്ള ഒന്നും നമുക്ക് ഉള്ളതല്ല. പറഞ്ഞാട്ട് കൺട്രോൾ ചെയ്യുക നിൻ്റെ ലൈഫിനെ. അല്ലെങ്കിൽ നീ ജീവിച്ചിരിക്കണം ഇവിടെ ദീർഘായുസോടെ. നീയും നിൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കണം നിൻ്റെ മക്കൾക്ക് വേണ്ടി. അതിന് ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം വേണം. പ്രേ ഇൻ സ്പിരിറ്റ്. ചിലരെ ദൈവം നേരത്തെ വിളിക്കും, ഡെസ്റ്റിനി കഴിഞ്ഞ് വിളിക്കും എന്ന് പറഞ്ഞ് ഉടനെ നമ്മൾ ചാടിക്കറി ആ പുള്ളി പ്രാർത്ഥിക്കാത്തതെന്നും പറഞ്ഞ് അതാണ് നമ്മുടെ പ്രശ്നം. അതാണ് മലയാളി സമൂഹത്തിൻ്റെ തന്നെ. അപ്പം 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ കാണാം, പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തേണ്ടതിന് ഒരു ശൂലം തന്നിക്ക്. അതാരാ? സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ. പലരും ഇപ്പോൾ കുത്തു വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണ് വിഷയം? നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്തേ. നിഗളം കുത്ത്, നിഗളം സാത്താൻ്റെ ദൂതൻ. അപ്പോൾ പ്രൈഡാണ് എല്ലാത്തിനും വിഷയം. അങ്ങനെ ഞാൻ പറഞ്ഞ് നിർത്തുകയല്ല. പ്രൈഡുള്ള വ്യക്തികളാണ് എപ്പോഴും ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു മനുഷ്യരുടെയും കുറ്റം പറയരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസിൻ്റെയും കുറ്റം പറയരുത്. ഒരു ദൈവദാസിയുടെയും കുറ്റം പറയരുത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിലും വീട്ടിൽ വെച്ചോ നിങ്ങളോ സംസാരിക്കരുത്. ഹല്ലേലൂയ. ജഡ്ജ് നോട്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ജഡ്ജ്മെൻ്റ് സീറ്റ് ആർക്കുള്ളതാ? നീ ഇപ്പോൾ ആ സീറ്റിൽ കയറി ഇരിക്കുക. ഇതുപോലെ ഒരു പുള്ളി ഇരുന്നു, പണ്ട് ഇരിക്കാൻ ശ്രമിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യും? But God resist proud. റെസിസ്റ്റ്. നിൻ്റെ പ്രാർത്ഥനകൾ പിന്നെ എപ്പോഴും റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നീ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും കേൾക്കുന്ന കഴിഞ്ഞ ഇടയ്ക്ക് ഹോളി സ്പിരിറ്റിനോട് ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. നിൻ്റെ പ്രാർത്ഥന വേണ്ടെന്ന് ദൈവരായത്തിന്. നീ പ്രൗഡാണ്. പ്രൗഡ് കാരണമാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. മിണ്ടാതിരുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ മിണ്ടായിരുന്നാണ്. ജഡ്ജ് ചെയ്യരുത്. പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തിൽ കയറി ജഡ്ജ് ചെയ്യരുത്. അടി കിട്ടും 100% ഉറപ്പ്. അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. നിങ്ങളുടെ സിറ്റിസൺ മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നടക്കുന്ന അവർ യൂട്യൂബ് ചാനൽ വെച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത് നിങ്ങൾ ഏറ്റുപിടിക്കരുത്. ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യത്തെ ബ്ലെസ്സിങ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനിയും പ്രാർത്ഥിക്കുക. ഏതിലും അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഫോളോ ചെയ്തോണം. ഒരു വാക്കും എനിക്കത് കേൾക്കണ്ട. ഞാനോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാവുന്നു. Pray in tongues. അപ്പോസ്തലന്മാർ ഇപ്പം ജയിലിൽ കിടക്കുക അല്ലേ? അപ്പം ഇവരെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അവർ അന്യഭാഷകളിലായിരിക്കും അത് പ്രാർത്ഥിച്ചത്. റെവലേഷൻ കിട്ടി. അപ്പം ഏതെങ്കിലും ഒരു ചാനലുകാരുണ്ടായിരുന്നിട്ടാണ് ഇവർ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് നടക്കുക. ഇപ്പോൾ ഇവർ കാരാഗ്രഹത്തിലാണ്, ബന്ധനത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കൊരു വീഴ്ചയോ ഒരു ബന്ധനമോ ഒരു വിഷയമോ അവരുടെ ജീവിതത്തിൽ കണ്ടാൽ ഇവരെല്ലാം ഉടായിപ്പാന്ന് കയറി പറയുന്നതാണെങ്കിൽ ക്ലെയിം കിട്ടിക്കഴിഞ്ഞു. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് സാത്താനെ കുത്താൻ. അപ്പം ഇദ്ദേഹം പറയും, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ. ഇദ്ദേഹത്തിന് ഒരുപാട് വെളിപ്പാട് കിട്ടി കൂടെ നടന്ന ശിഷ്യന്മാരെ കാട്ടിലും. അപ്പം അവിടെ ഒരുപാട് ചാൻസ് ഉണ്ട് നിഗളിച്ചു പോകാൻ. നിഗളിച്ചായിരിക്കാം. ഒരിക്കൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് ഉഗ്രവാദമുണ്ടായി ബർന്നബാസുമായിട്ട്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, പ്രേ ഇൻ ടങ്സ്. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ. ചാടി ദൈവത്തിൻ്റെ എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. ഇന്നൊരു പുതിയൊരു സമർപ്പണമാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ചത് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കഴിവിനോ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ സഹായിച്ചതനുസരിച്ച് പ്രേ ഇൻ ടങ്സ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളായിരിക്കുന്നു, രോഗസൗഖ്യമാകട്ടെ, കടമായിക്കോട്ടെ, ഇപ്പോൾ മുങ്ങിപ്പോകുന്ന ഏതെങ്കിലും വിഷയമായിക്കോ, രാവിലെ എഴുന്നേക്ക് രാവിലെ 5 മണിക്ക് 4 മണിക്ക് എഴുന്നേക്ക് പ്രാർത്ഥിക്ക്. കണ്ടിന്യൂസ് ഒന്ന് പ്രാർത്ഥിച്ച് ഈ വിഷയം മാറിപ്പോകുന്നത് കാണാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കർത്താവേ ഹല്ലേലൂയ ഇന്ന് എന്നോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. Praise God. Hallelujah.